ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെയും ജാനിക്കുട്ടിയുടെയും മിക്ക വൈകുന്നേരങ്ങളും ഇങ്ങനെയാണ്. ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് പുതിയ പുതിയ പച്ചക്കറികൾ നട്ടിരിക്കുന്നതൊക്കെ നോക്കി അങ്ങനെ നടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ജാനിക്കുട്ടിക്ക് അത്യാവശ്യം പച്ചക്കറികളുടെ പേരൊക്കെ അറിയാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് കാണിച്ചത്. അതിങ്ങനെ ഫ്രൂട്ടായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ പൂ പൂക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫ്രൂട്ടായി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തും വലിയ കുമ്പളം ഉണ്ടാവുന്നുണ്ട്, അല്ല വലിയ വലിയ കുമ്പളങ്ങകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നുള്ളത് തക്കാളിയാണ്. പിന്നെ നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ സൈഡിൽ ഒരു ടൈപ്പ് ഓഫ് പയറുണ്ട്, രണ്ട് ടൈപ്പ് പയറുണ്ട്. ഒന്നിങ്ങനെ ഭയങ്കര ഡാർക്ക് ഗ്രീൻ ചെറുതുണ്ട്, പിന്നെ വലുതുമുണ്ട്. പിന്നെ വെണ്ടയ്ക്കയുണ്ട്. ഇതൊക്കെ വളരെ ഒന്നും രണ്ടും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കൊരു 2-3 ദിവസത്തെ ആകുമ്പോഴേ നമ്മുടെ വീട്ടിൽ കറി വെക്കാനുള്ളത് അത്രയും കിട്ടത്തുള്ളൂ. എന്തായാലും പിന്നെ അതാ ഈ ടൈപ്പ് ഓഫ് പയറുണ്ട് കേട്ടോ. 2 തരത്തിലുള്ളതുണ്ട്. ഇതാണ് നോർമലി ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ചെറിയതും ഉണ്ട്. ചെറുതും നല്ല ടേസ്റ്റാണ് കേട്ടോ. തോരനൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഇച്ചിരി കട്ടിക്കിരിക്കും, നല്ല ടേസ്റ്റാണ് അതിനും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ഇപ്പോഴത്തെ പച്ചക്കറികൾ. ഇങ്ങനെ പലതായിട്ടൊക്കെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് ഇത് ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ 1-2 ചെറിയ ചെറിയ പാവയ്ക്കകളുണ്ട്. അതിങ്ങനെ ഉണക്കാൻ വെക്കും, എന്നിട്ട് വറുത്തെടുക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേവററ്റ് ഡിഷ്. അപ്പോൾ ഇത്രയും പച്ചക്കറികളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പം. ഇതപ്പോൾ ഒരു വൈകുന്നേരം വ്ളോഗായിരുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ജാനിക്കുട്ടിക്ക് ചെറിയ പനിയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പം എപ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുന്നത് എന്നറിയത്തില്ല.